ഈ വർഷത്തെ ചോറ്റാനിക്കര മകം തൊഴൽ ഫെബ്രുവരി 24 ശനിയാഴ്ചയാണ് വരുന്നത്. ഈ ദിനത്തിൽ കേരളത്തിലെ ദേവീ ഭക്തരെല്ലാം ചോറ്റാനിക്കര ദേവിയെ പ്രാർത്ഥിക്കുകയും സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി മകം തൊഴൽ ദർശിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. മംഗല്യഭാഗ്യത്തിനും സർവാഭീഷ്ട സിദ്ധിക്കും ദേവി അനുഗ്രഹിക്കുന്ന ദിനം കൂടിയാണിത്. 108 ദുർഗാക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ചോറ്റാനിക്കര. ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് ഓരോ ദിവസവും പ്രത്യേകം ആറാട്ടാണ് ഉള്ളത്. 3 ഭാവങ്ങളിലായാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ 3 ഭാവങ്ങളിൽ ചോറ്റാനിക്കര ദേവിയായി ഈ ക്ഷേത്രത്തിൽ അമ്മ കുടികൊള്ളുന്നു. എങ്കിലും ആദിപരാശക്തിയുടെ ദുർഗാദേവിയുടെ ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നതും കൂടുതൽ പ്രാധാന്യവും. ഏത് ദുരിതങ്ങൾക്കും ചോറ്റാനിക്കര ദേവി പരിഹാരം കാണും എന്നത് തന്നെയാണ് ഭക്തരെ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നതും. കുംഭമാസത്തിലെ മകം നാളിലാണ് മകം തൊഴൽ വരുന്നത്. ഈ ദിനത്തിൽ ദേവി ഭക്തർക്ക് സർവ്വ ഐശ്വര്യം നൽകും, ഭക്തരുടെ എല്ലാ ദുഃഖദുരിതങ്ങളും മാറ്റും എന്നതുമാണ് വിശ്വാസം. മകം തൊഴലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ദിനത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. ചോറ്റാനിക്കര മകം തൊഴൽ ദിനത്തിൽ ദേവി വലത് കൈകൊണ്ടാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ ദേവി ഇടത് കൈകൊണ്ടാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത്. എന്നാൽ മകം തൊഴൽ ദിനത്തിൽ മാത്രം ദേവി വലത് കൈകൊണ്ട് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മകം തൊഴലിന് വേണ്ടി ക്ഷേത്രത്തിൽ എത്തുന്നത്. മംഗല്യഭാഗ്യവും ദുരിതമോചനവും ബാധയൊഴിപ്പിക്കലും എല്ലാം ക്ഷേത്രത്തിൽ എത്തുന്നതിലൂടെ പരിഹരിക്കപ്പെടും എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ മകം തൊഴുന്നത് ഐശ്വര്യപ്രദമായി കണക്കാക്കുന്നു. 108 ദേവീക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ മകം തൊഴൽ അത്യുത്തമമാണ്. കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ ദേവി സർവ്വ ആഭരണ വിഭൂഷിതയായി വില്വമംഗലം സ്വാമിക്ക് ദർശനം നടത്തിയതിൻ്റെ പിന്തുടർച്ചയായാണ് മകം തൊഴൽ ആചരിക്കുന്നത്. തൻ്റെ വിശ്വരൂപത്തിൽ ദേവിയെ ദർശിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് മകം തൊഴലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചോറ്റാനിക്കര മകം ദർശിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. വിവാഹിതരായവർക്ക് സൽപുത്ര ഭാഗ്യമുണ്ടാകുകയും ദീർഘസുമംഗലിയായി ഇരിക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും അഭീഷ്ടസിദ്ധിക്കും ദേവി അനുഗ്രഹിക്കുന്നു. മകം കഴിഞ്ഞ് അടുത്ത ദിവസം ഉത്സവം ആരംഭിക്കുന്നു. പൂരം നക്ഷത്രത്തിലെ ദർശനം ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കാണ് എന്നാണ് വിശേഷം. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മകം തൊഴിൽ ആരംഭിക്കുന്നത്. വളരെ വിശേഷപ്പെട്ടതും അത്യുത്തമവുമായ ഒരു ചടങ്ങ് തന്നെയാണ് മകം തൊഴൽ. അവിവാഹിതരായവർ മകം തൊഴുത് പ്രാർത്ഥിച്ചാൽ അടുത്ത മകം ആവുമ്പോഴേക്കും ഇവരുടെ വിവാഹം നടക്കും എന്നാണ് വിശ്വാസം. ദോഷങ്ങളും ജാതക ദോഷവും എല്ലാം ഇല്ലാതാവുകയും ജീവിതം ഐശ്വര്യം നിറഞ്ഞതുമായി മാറുന്നു. ജീവിതത്തിലെ ദോഷങ്ങൾ ഇല്ലാതാകുന്നതിനു വേണ്ടി ഗുരുതിയും ബ്രാഹ്മണിപ്പാട്ടും വഴിപാടായി സമർപ്പിച്ചാൽ വിഘ്നങ്ങൾ ഒഴിയുമെന്നും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം നിറയുമെന്നുമാണ് വിശ്വാസം. ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയും എന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ദോഷങ്ങളെയും അകറ്റുന്നതിന് വേണ്ടി ഭക്തർ ഓരോ വർഷവും മകം തൊഴുന്നു.